ഹലോ ഗായ്സ്, എന്നോട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിറ്റ് ചാറ്റ് ചെയ്യാം. അതായത് ഈസ്റ്റർ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ജസ്റ്റ് സംസാരിക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അനറ്റ് മേരി. ഞാൻ അയർലൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. നമ്മുടെ ഈ ഒരു ചാനൽ ഡെയിലി വ്ളോഗ്സ് ഇടാറുണ്ട്, കുക്കിംഗ് വ്ളോഗ്സ് ഇടാറുണ്ട്, അതുപോലെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈസ്റ്റർ ആയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, വീട്ടിലെ ഫുഡായിട്ട് സ്പെഷ്യൽ എന്താ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ തന്നെ അറിയിക്കുക. നമുക്കിവിടെ ഈസ്റ്റർ ആയിട്ട് സ്പെഷ്യലായിട്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല ആക്ച്വലി. കാരണം നമുക്ക് തലേ ദിവസം ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, കുറച്ച് ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ക്ലൈമറ്റ് ഭയങ്കര ശോകമായിരുന്നു, എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയില്ല. അതുപോലെ തന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനല്ല ഉണ്ടാക്കിയത്, നമ്മുടെ കൂടെയുള്ള ആ ഒരു ചേട്ടൻ, അതായത് ഹസ്ബൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആ ഒരു ചേട്ടനാണ് ബിരിയാണി ഉണ്ടാക്കിയത്. ആൾ നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു എൻജോയ് ചെയ്തു. പിന്നെ അധികം താമസിക്കേണ്ട തന്നെ അവരൊക്കെ പോയി, കാരണം അവർക്ക് വേറെ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയതുകൊണ്ട് തന്നെ എനിക്ക് ഷൂട്ടിംഗ് ഒന്നും നടന്നില്ല. പിന്നെ കുറേ കാര്യങ്ങളായിട്ട് ഭയങ്കര തിരക്കായിരുന്നു ഇന്നലെ, അതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് ഒന്നും നടന്നില്ല ഈസ്റ്ററിൻ്റെ അന്ന്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ വേണ്ടിയിട്ട് പറ്റാതിരുന്നത്. ഞാൻ ഓർത്തായിരുന്നു വീഡിയോസ് എടുക്കണമെന്ന്, പക്ഷേ എനിക്ക് പറ്റിയില്ല. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. മൊത്തം തിരക്ക് പിടിച്ചതും ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നു. കാരണം നമുക്ക് ഈ മൺഡേ ടു ഫ്രൈഡേ ആണല്ലോ ഡ്യൂട്ടിക്ക് ഹസ്ബൻഡ് പോകുന്നത്. അപ്പോൾ ഈ മൺഡേ ടു ഫ്രൈഡേ നമുക്ക് ക്ലീനിങ് ഒന്നും നടക്കത്തില്ല. വീക്കെൻഡ്സിൽ മാത്രമേ നമുക്ക് ക്ലീനിങ്സ് നടക്കത്തുള്ളൂ. അപ്പോൾ ഫംഗ്ഷൻ കൂടെ വെച്ചപ്പോൾ ക്ലീനിങ്ങിൻ്റെ ആയിട്ട് ഞാൻ ഭയങ്കര തിരക്കായി പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് ഒന്നും നടന്നില്ല. പിന്നെ അവർ വന്നു, അവർ കുക്കിംഗ് ഒക്കെ ചെയ്തു, ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് അവരങ്ങ് പോയി. പിന്നെ നമുക്ക് ഷൂട്ടിംഗ് ഒന്നും പറ്റില്ല, കാരണം ഭയങ്കര ഒരു ടൈറ്റ് ഷെഡ്യൂളാണെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും തന്നെ വന്ന് പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ പോയി. നമ്മൾ സാധാരണ ഇരിക്കുന്ന പോലെ ഒത്തിരി ടൈം ഒന്നും സ്പെൻഡ് ചെയ്തില്ല. അതാണ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റാഞ്ഞത്. പിന്നെ നമ്മളാണെങ്കിൽ രാവിലെ ഉണ്ടാക്കിയത് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് എന്താണെന്നുള്ളത്. രാവിലെ നമ്മൾ പാലപ്പവും അതുപോലെ തന്നെ എഗ് കുറുമ ഉണ്ടാക്കിയത്. അപ്പോൾ കുറച്ച് നാളായിട്ട് പാലപ്പം ഉണ്ടാക്കാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഈസ്റ്ററിന് തന്നെ ഉണ്ടാക്കിയേക്കാന്ന്. അങ്ങനെ നമ്മൾ പാലപ്പമൊക്കെ ഉണ്ടാക്കി, പാലപ്പം എഗ് കുറുമ ഉണ്ടാക്കി. അതിനുശേഷം നമ്മൾ പള്ളിയിൽ പോയി കുർബാനയൊക്കെ കൂടി കഴിഞ്ഞിട്ട് വാവയുടെ ഫസ്റ്റ് ഈസ്റ്റർ ആയിരുന്നു. അപ്പോൾ കുർബാനയൊക്കെ കൂടി തിരിച്ചു വന്നു. തിരിച്ചു വരുന്ന വഴിക്കാണെങ്കിൽ നമുക്ക് മലയാളിക്കട കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ മലയാളിക്കട കയറിയിട്ട് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ചു. നമുക്കാണെങ്കിൽ വീക്ക് ഡേയ്സിൽ ഓടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നോൺ വെജ് ഒക്കെ മേടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഈ പറയുന്ന പോലെ വീക്കെൻഡ്സിലാണ് ഇങ്ങനെ ഷോപ്പിങ്ങിന് പോകുന്നത്. നമ്മൾ താമസിക്കുന്നിടത്ത് മലയാളിക്കട അടുത്തൊന്നും ഇല്ല, കുറച്ച് ദൂരം പോയാലും മാത്രം, സിറ്റിയിൽ പോയാലും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീക്കെൻഡ്സിലാണ് ഈ പറയുന്ന പോലെ കടകളിൽ പോയിട്ട് മെയിനായിട്ടുള്ള ഷോപ്പിങ്സ് ഒക്കെ ചെയ്യുന്നത്. അതായത് ഇപ്പം ബീഫോ അല്ലെങ്കിൽ പോർക്കോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിക്കുന്നത് വീക്കെൻഡ്സിലാണ്. അങ്ങനെ നമ്മൾ സൺഡേയിൽ കുർബാനയ്ക്ക് പോയപ്പോൾ ആ വഴി ആ ഒരു കടയിൽ കയറി സാധനം മേടിച്ചിട്ട് നമ്മൾ പോരുവാണ് ചെയ്യുന്നത്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു നേരമായി, ഇവിടെ എത്തിയപ്പോൾ തന്നെ 3-3:30 ആയി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ലേറ്റായി. എന്നോട് ഒന്നും വിചാരിക്കരുത്, ഞാൻ മാക്സിമം ട്രൈ ചെയ്തു, പക്ഷെ എനിക്ക് തുള്ളി പോലും ഗ്യാപ്പ് കിട്ടുന്നില്ലായിരുന്നു. കാരണം വാവ കുറച്ച് ബഹളമായിരുന്നു. അതുപോലെ തന്നെ വീട്ടിലെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, കുറച്ച് ക്ലീനിങ് ബാക്കിയുണ്ടായിരുന്നു. കാരണം ഇന്നലത്തെ ആ ഒരു പരിപാടിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. മൊത്തത്തിൽ വീടൊന്ന് മെസ്സായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഷൂട്ടിംഗ് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാതിരുന്നത്. ഐ എം എക്സ്ട്രീംലി സോറി. പിന്നെ ഒരു കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ Q&A വീഡിയോ ഈ ഒരു ആഴ്ച തന്നെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴത്തെ കമന്റ് ബോക്സിൽ തന്നെ അറിയിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഈസ്റ്റർ നന്നായിട്ട് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എന്നെ അറിയിക്കുക. നമുക്ക് അതുപോലെയൊക്കെ ചെയ്യാം. ഞാൻ മാക്സിമം എഫേർട്ട് എടുക്കാം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അറിയാലോ, കുഞ്ഞുവാവയും കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് നല്ലപോലെ എഫേർട്ട് എടുത്താലും മാത്രമേ ഈ പറയുന്നതൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോന്ന് ഷെഡ്യൂൾ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ചുകൂടെ ഓർഗനൈസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ രാത്രിയിൽ വാവ ഉറങ്ങുന്ന കാര്യം ഭയങ്കര കമ്മിയാണ്, രാത്രി ഉറങ്ങുന്നില്ല അവൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് രാത്രി ഉറക്കം കിട്ടുന്നില്ല. നമുക്ക് പകലാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും, അതിൻ്റെ കൂട്ടത്തിൽ രാത്രിയും കൂടെ ഉറക്കമില്ലെങ്കിൽ വിചാരിക്കാമല്ലോ എന്തായിരിക്കും അവസ്ഥയെന്ന്, കിളിവാറും. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിലാണ് എനിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് പ്ലാൻ ചെയ്യുന്ന പോലെ വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനോ ഷൂട്ട് ചെയ്യാനോ ഒന്നും പറ്റാത്തത്. ഐ എം എക്സ്ട്രീംലി സോറി. പക്ഷെ ഞാനൊരു കാര്യം പറയുവാണ് നിങ്ങളോട്, നാളെ തുടങ്ങിയിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം 5:30 വീഡിയോ ഉണ്ടായിരിക്കും. 5:30 അല്ലെങ്കിൽ 5 മണി എന്തായാലും വീഡിയോ ഉണ്ടായിരിക്കും. ഞാൻ മാക്സിമം എന്തായാലും ഇട്ടിരിക്കും, ഉറപ്പായിട്ടും ഇട്ടിരിക്കും. അപ്പോൾ എന്തായാലും ചാനൽ കയറി നോക്കുക. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ മാക്സിമം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പിന്നെയും വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് തോന്നത്തുള്ളൂ. നിങ്ങൾ നോക്കിയാൽ മതി, ഈ ഒരു യൂട്യൂബ് ചാനലിലെ കമന്റ് ബോക്സിൽ എല്ലാ കമന്റ്സിനും റിപ്ലൈ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ മാക്സിമം എന്നല്ല എല്ലാം റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും എഫേർട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ. അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് അതുപോലെ തന്നെ ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു ചാനലുണ്ടെന്ന കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ചെയ്യാൻ തോന്നും വീഡിയോ. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് മടുത്തു പോകും. നമ്മൾ ഇത്ര എഫേർട്ട് എടുത്ത് ചെയ്തിട്ടും ആരും കാണുന്നില്ലല്ലോ, ആർക്കും താല്പര്യമില്ലെന്ന് തോന്നുമ്പോൾ നമുക്ക് തന്നെ എന്തിനാ വെറുതെ ചെയ്യുന്നത്, അങ്ങനെ ഒരു തോട്ട് വരും. സോ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് റിക്വസ്റ്റ് ചെയ്യുവാണ് നിങ്ങളോട്, നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും.
അതുപോലെ തന്നെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഒക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഞങ്ങൾ ഈസ്റ്റർ അങ്ങനെ അങ്ങ് പോയി, ഒട്ടും പ്രതീക്ഷിക്കാതെ എങ്ങനെയൊക്കെയോ രാവിലെ തുടങ്ങിയിട്ട് രാത്രി വരെ ഇങ്ങനെ ഓട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ വിചാരിക്കുന്ന ഒന്നും നടന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ക്ഷമ ചോദിക്കുവാണ് നിങ്ങളോട്. അപ്പം നാളെ തുടങ്ങിയിട്ട് മറക്കണ്ട, നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും വൈകുന്നേരം 5:30 വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് ഈസ്റ്റർ സ്പെഷ്യൽ എന്നുള്ള കാര്യങ്ങളൊക്കെ താഴത്തെ കമന്റ് ബോക്സിൽ അറിയിക്കുക. എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഈസ്റ്റർ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളത്. അത്ര ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ടപ്പ് ചെയ്ത് അടിച്ചു പൊട്ടിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസ് റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെ കുട്ടി ചാനൽ ഉണ്ടെന്ന കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ, ആൻഡ് ദിസ് സന്നു സൈനിങ് ഓഫ്.